കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലും ആശ്വാസത്തിന് സമാധാനത്തിന് കാരണമാകി തീരത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 81 സങ്കീർത്തനം 15-16 വാക്യങ്ങൾ. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് ഹൃദയതലങ്ങളിൽ പരിശുദ്ധാത്മ അതിനകത്തുനിന്ന് പകരുന്നു. ഇന്ന് അതിനകത്തുനിന്ന് തൊടുന്നൊരു വാക്ക് ഇതാ. കർത്താവിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഒരു ശുഭകാലം ദൈവം തരാൻ പോകുന്നു. എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടോ? എന്നും ഈ കണ്ണുനീര്, എന്നും ഈ ഒറ്റപ്പെടൽ, എന്നും ഈ വേദന, എന്നും ഈ ഭാരം, ഇപ്രകാരം ജീവിതം മടുത്ത് കടുത്ത നിരാശയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ പരിശുദ്ധാത്മ ഹൃദയത്തെ തൊട്ട് ഇന്ന് ദൂത് വെളിപ്പെടുത്തുക. ഇപ്രകാരം ഏറ്റവും ജീവിതത്തിൽ വൈഷമ്യമേറിയ ഒരു തലത്തിൽ കൂടിയല്ലേ സഞ്ചരിക്കുന്നത്? ജീവിതം മടുത്തുവെന്ന് പറഞ്ഞ് നടക്കുന്നൊരു സാഹചര്യമല്ലേ? ഇനി എൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസമില്ല, എൻ്റെ സാഹചര്യങ്ങൾക്കൊരു വ്യതിയാനമില്ല, ഇപ്രകാരം ഹൃദയത്തിൽ ഉറപ്പിച്ചില്ലേ എന്ന പരിശുദ്ധാത്മാവ് ദൂത് ആഴമായി വെളിപ്പെടുത്തുക. ഒരു ശുഭകാലം കർത്താവ് വെളിപ്പെടുത്തും. വാക്കു പറഞ്ഞ ദൈവം മാറത്തിൽ നിന്ന് തെളിയിക്കുന്ന നിലവാരത്തിൽ ജീവിത സാഹചര്യങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. ഒരു ശുഭകാലം തരുവാൻ ദൈവം മതിയായവനാ. എത്ര താഴ്ചയിലാണെങ്കിലും, എത്ര നിരാശയുടെ വിഷയത്തിൻ്റെ നടുവിലാണെങ്കിലും, മാനുഷികമായി പ്രവർത്തിക്കാൻ പറ്റാത്ത ജീവിത വിഷയത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ആഴമായി വെളിപ്പെടുത്തുന്ന വചനത്തിൻ്റെ ദൂത് ഒരു ശുഭകാലം ദൈവം വരുത്താൻ പോകുന്നു. ഇവിടെ വാക്യത്തിൽ ദൈവം പറയുന്ന ആശയങ്ങൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അവർ കൃപയിൽ നിന്നിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നിരുന്നെങ്കിൽ, അവർ ദൈവത്തെ ആശ്രയിച്ചിരുന്നെങ്കിൽ, അവൻ്റെ വാഗ്ദാനങ്ങളിൽ അവർ വിശ്വസിച്ച് ഉറപ്പോടെ നിലനിൽക്കുമായിരുന്നെങ്കിൽ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം വരുത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വൈതിലേ ഇത്ര മാത്രമുള്ള കഷ്ടതയിൽ കൂടെ, വേദനയിൽ കൂടെ, പ്രതിബന്ധത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും കർത്താവിനെ സ്നേഹിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയല്ലേ, പാദപീഠത്തിലിരിക്കുകയല്ലേ, ദൈവത്തെ ആരാധിക്കുകയല്ലേ, അതിനൊരു പ്രതിഫലമുണ്ട്, അതിനൊരു മാറ്റമുണ്ട്. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഒരു ശുഭകാലം ദൈവം ഒരുക്കുന്നു, ഒരു ശുഭകാലം ദൈവം തരാൻ പോകുന്നു, ഒരു ശുഭകാലം ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ഇന്ന് വരെ അനുഭവിക്കാത്തൊരു കാലഘട്ടം, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ ജീവിതത്തിൽ നിവൃത്തിയാകാത്ത വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വൈതിലെ കർത്താവ് സമ്പൂർണ്ണമായി വെളിപ്പെടുത്തിയ ദൂതുകളുടെ ചലനങ്ങൾ ഇതാ, അത് ശുഭകാലമായി വെളിപ്പെട്ടു വരാൻ പോവാ. കർത്താവിൻ്റെ വചനം പറയുന്നു, അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. അവർ കടന്നുപോയപ്പോൾ, കൃപയിൽ നിന്ന് വീണുപോയപ്പോൾ ദൈവം പറയുക, പോഷിപ്പിക്കുമായിരുന്നു, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വൈതലേ നിലനിൽക്കട്ടെ, വചനത്തിൽ ആഴമായി വിശ്വസിക്കട്ടെ. ഇന്ന് പാതപെടുത്തി നിൽക്കുന്നത് പോലെ വീണ്ടും ഉറച്ചു നിൽക്കട്ടെ, ദൃഢമായ ഉറപ്പോടെ നിൽക്കട്ടെ. ദൈവം ചെയ്തു തരും. മേൽത്തരമായത് തന്നെ ദൈവം ചെയ്തു തരും. ശ്രേഷ്ഠമായത് തന്നെ ദൈവം ചെയ്തു തരും. മഹത്വമായത് തന്നെ ദൈവം ചെയ്തു തരും. ഏറ്റവും വലുത് തന്നെ ദൈവം ചെയ്തു തരും. നിൽക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വൈതിലെ, കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീര് ഒഴുക്കുന്ന ദൈവത്തിൻ്റെ വൈതിലെ, ദൈവത്തിൻ്റെ ശബ്ദം ഇതാ, മേൽത്തരമായത് ദൈവം തരാൻ പോവാ. എനിക്ക് എന്താ തരാത്തത്? ഞാൻ ചോദിച്ചിട്ട് എന്താ എനിക്ക് തരാത്തത്?
ദൈവം തരുന്നത് ചെറുതല്ല, മേൽത്തരമായതാ, ശ്രേഷ്ഠമായതാ. പരിശുദ്ധാത്മാരോടേക്ക് ശക്തമായി ഇടപെടുന്നു. ഇന്ന് വരെ ചോദിച്ചിട്ട് കിട്ടാത്ത വിഷമമായി സങ്കടമായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൂതിത, മേൽത്തരമായത്, ശ്രേഷ്ഠമായത്, മഹത്വമായതാ ദൈവം തരാനിരിക്കുന്നത്, ദൈവം വെളിപ്പെടുത്താനിരിക്കുന്നത്. തൃപ്തി വരുത്തുന്ന ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തം, തൃപ്തി തരുന്ന ദൈവത്തിൻ്റെ വിലയേറിയ കരുതൽ അത് ഈ ദിവസങ്ങളിൽ കണ്ട് സന്തോഷിക്കാൻ പോവാ. എൻ്റെ ജീവിതം മാറുന്നു, എൻ്റെ ജീവിതസ്ഥിതി മാറുന്നു. ഒരു ശുഭകാലത്തേക്ക് കർത്താവെന്നെ മാറ്റുക. ഈ കഷ്ടതയിൽ നിന്ന്, ഈ വൈഷമ്യമേറിയ തലത്തിൽ നിന്ന്, ഈ ആഴമേറിയ പ്രതിബന്ധത്തിൽ നിന്ന് എൻ്റെ കർത്താവെന്നെ ശുഭകാലത്തേക്ക്, എൻ്റെ തലമുറ ഒരു ശുഭകാലത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തുന്നൊരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു. കൂടാരത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു. ജീവിതത്തിൻ്റെ മേഖലയിൽ അത് സംഭവിക്കാൻ പോവുക. ഇന്ന് വരെ വെളിപ്പെടാത്ത ഒരു ശുഭകാലം ദൈവം തന്നെ വെളിപ്പെടുത്തുക. കർത്താവ് സഹായിക്കാൻ പോകുന്നു. വചനത്തിൽ ഉറച്ചു നിൽക്കട്ടെ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കട്ടെ, ദൈവമുഖത്തേക്ക് നോക്കട്ടെ. മേൽത്തരമായത് തന്നെ ദൈവം ചെയ്തു തരും, ശ്രേഷ്ഠമായത് തന്നെ ദൈവം ചെയ്തു തരും. അങ്ങനെ കർത്താവിൻ്റെ കരം ശക്തിയോടെ ചലിക്കുന്ന സമയം ദൂത് വിശ്വസിക്കട്ടെ. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം കർത്താവേ. അങ്ങ് വെളിപ്പെടുത്തിയ ദൂത് പോലെ ഈ കഷ്ടത മാറി, ഈ തടസ്സങ്ങൾ മാറി, ഈ പ്രതിബന്ധങ്ങൾ മാറി ഒരു ശുഭകാലം അത് വേഗത്തിൽ നടക്കട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഓരോ കുടുംബങ്ങളും തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. കർത്താവ് ഓരോ ജീവിതങ്ങളെയും തൊടുവാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.